ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ SSC CGL 2023 ജൂലൈ 18 ചോദിച്ച എല്ലാ ഷിഫ്റ്റിലുമായിട്ട് ചോദിച്ച GK ക്വസ്റ്റ്യൻസ് ആണ്, ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ജൂലൈ 17 ജൂലൈ 14 എല്ലാം ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞ് ഒരുപാട് പേര് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. വരുന്ന ഷിഫ്റ്റുകളിൽ എഴുതിയവർക്ക് നമ്മൾ എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പറയുന്നു, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും പറയുന്നത് നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോവുക. അപ്പോൾ ലാസ്റ്റ് ദിവസത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, അതിനകത്ത് പറഞ്ഞ പല ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വീണ്ടും ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് GK ജനറൽ അവയർനെസ് പാർട്ട് സ്കോർ ചെയ്യണം എന്നുള്ളവർ ഈ കീ ഏരിയാസ് മാക്സിമം നോക്കിയിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ജൂലൈ 18 വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കൽബേലിയ ഫോക്ക് ഡാൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്റ്റേറ്റ്സ്? നമ്മൾ പറഞ്ഞായിരുന്നു ഏറ്റവും കീ ടോപ്പിക്സ് എന്ന രീതിയിൽ പറഞ്ഞായിരുന്നു ഡാൻസ് ഫോംസ് ഏത് സ്റ്റേറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്നു, ആർട്ടിസ്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് നോക്കണം എന്ന് പറഞ്ഞു. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. കൽബേലിയ ഫോക്ക് ഡാൻസ് ഒരുപാട് വട്ടം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡാൻസ് ഫോംസ് നിങ്ങൾ നോക്കുക. ഇത് രാജസ്ഥാൻ്റെ ഡാൻസ് ഫോം ആണ് കൽബേലിയ എന്ന് പറയുന്നത്. അതുപോലെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഒരുപക്ഷെ മഹാരാഷ്ട്രയുടെയും ഗുജറാത്തിൻ്റെയും ഒക്കെ കൂടുതൽ ചോദിച്ച് കാണാറുണ്ട്. അപ്പം മഹാരാഷ്ട്രയുടെ ഒന്ന് രണ്ട് ഡാൻസ് ഫോംസിൻ്റെ പേര് ഞാൻ പറയാം. ഒന്ന് ലാവണി ഡാൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ. അതുപോലെ ദങ്കാരി ഗജ, അതുപോലെ കോലി ഫോക്ക് ഡാൻസ്, തമാശ, ഇതെല്ലാം മഹാരാഷ്ട്രയുടെ ഡാൻസ് ഫോംസ് ആണ്. അതുപോലെ ഗുജറാത്തിൻ്റെ ഡാൻസ് ഫോംസും പലപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡാൻസ് ഫോംസ് ഉണ്ട് ഗുജറാത്തിൻ്റെ. അപ്പോൾ അത് ചോദിക്കാം. ദാണ്ടിയ, ഗർബ, ടിപ്പനി, ഇതെല്ലാം ഗുജറാത്തിൻ്റെ ഡാൻസ് ഫോംസ് ആണ്. ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് ഡാൻസ് ഫോംസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഈ സ്റ്റേറ്റ്സിൻ്റെ മാത്രം ചോദിക്കുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ റിപ്പീറ്റ് ചെയ്യുന്ന മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ ചോദിക്കുന്നു. അതുകൊണ്ട് നോക്കിയിട്ട് പോവുക. അടുത്തൊരു ചോദ്യം, ഇൻ വിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വാസ് താൻസൻ ആൻ എക്സ്പെർട്ട്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സണാലിറ്റീസ് ഒക്കെ ചോദിക്കുമെന്ന് ഞാൻ ലാസ്റ്റ് സെഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം റബാബ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് താൻസൻ എക്സ്പെർട്ട് ആയിരിക്കുന്നത്. നമുക്ക് ഒരു വീണ പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ട്രിങ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. കൂടുതലും അഫ്ഗാൻ, പാകിസ്ഥാൻ അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ റബാബ് എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്. അടുത്ത ചോദ്യം, മൈറ്റോകോൺട്രിയ ഈസ് നോട്ട് ഫൗണ്ട് ഇൻ? മൈറ്റോകോൺട്രിയ കാണാത്തത് ഏത് ഓർഗാനിസംസിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഒന്നും നമുക്ക് ഉത്തരം പറയാവുന്നതാണ്. അപ്പോൾ അത് ബ്ലൂ ഗ്രീൻ ആൽഗെ, ബാക്ടീരിയ തുടങ്ങിയതിലാണ്. അതിന് കാരണം നമുക്കറിയാം, ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഓർഗാനിസംസ് പഠിക്കുമ്പോൾ നമ്മൾ പ്രോകാരിയോട്സും യൂകാരിയോട്സും പഠിക്കാറുണ്ട്. അതിനകത്ത് പ്രോകാരിയോട്സ് എന്ന് പറയുന്നത് അത്ര വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓർഗനൽസ് ഇല്ലാത്തതിനെയാണ് പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കൂട്ടത്തിലുള്ളതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് പ്രോകാരിയോട്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ മൈറ്റോകോൺട്രിയ പോലെയുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓർഗനൽസ് ഇതിനകത്ത് ഇല്ലാത്തത്. അതിന് എക്സാമ്പിൾ അപ്പം ബ്ലൂ ഗ്രീൻ ആൽഗെ, ബാക്ടീരിയ എക്സെട്ര. അപ്പം മൈറ്റോകോൺട്രിയ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. എന്താണ്? മൈറ്റോകോൺട്രിയ ഈസ് നോൺ ആസ് പവർ ഹൗസ് ഓഫ് സെൽ. ഒരു പക്ഷേ വേണമെങ്കിൽ ചോദിക്കാം. പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്ന ഓർഗനലാണ് മൈറ്റോകോൺട്രിയ. അടുത്ത ചോദ്യം, ഹൗ മെനി കൺട്രീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ടോക്കിയോ പാരാലിമ്പിക്സ് റീസെൻറ്റ് 2020 നടന്ന ടോക്കിയോ പാരാലിമ്പിക്സിൽ? ഈ പാരാലിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ദിവസം ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പോർട്സ് വെന്യൂസ് മസ്റ്റായിട്ട് നോക്കണം. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഹൗ മെനി കൺട്രീസ്, എത്ര കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നാണ് ചോദ്യം ചോദിച്ചത്. അപ്പോൾ 16th സമ്മർ പാരാലിമ്പിക്സ് ആയിരുന്നു നടന്നിരുന്നത്. അതിൽ 4500 പ്ലെയേഴ്സ് ഫ്രം 163 കൺട്രീസ്. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. 163 കൺട്രീസിൽ നിന്ന്, 163 രാജ്യങ്ങളിൽ നിന്ന് 4500 പ്ലെയേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. വെൻ ഡിഡ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി റൂൾ എൻഡ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂൾ എൻഡ് ചെയ്തത് ഏത് വർഷമാണ്? 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1888 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വഴി, അല്ലെങ്കിൽ ക്യൂൻസ് പ്രൊക്ലമേഷൻ എന്നറിയപ്പെടുന്ന 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ഈ ഒരു ആക്ട് വഴിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചതും പകരം ഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടീഷ് ക്രൗണിൽ നിന്ന് ഭരണം ഇന്ത്യയിൽ തുടങ്ങിയതും. ബ്രിട്ടീഷ് ക്രൗണിൽ നിന്ന് ഡയറക്റ്റ് റൂൾ സ്റ്റാർട്ട് ചെയ്തതും 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അതാണ് ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചത്. 1857 1857 റിവോൾട്ടിന് ശേഷം 1857 റിവോൾട്ട് ഓഫ് 1857 പഠിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ മാത്ത് എന്ന രീതിയിൽ 1858 ഈ ഒരു
നിയമം, ഈ ഒരു റൂള് വരുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അപ്പോൾ 1858 ഉത്തരം. അടുത്ത ചോദ്യം, ബൈ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വെയർ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡഡ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ക്വസ്റ്റ്യൻ പോലും ലാസ്റ്റ് ദിവസത്തെ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമെൻമെന്റ്, ആർട്ടിക്കിൾസ്, പാർട്സ് മസ്റ്റ് ആയിട്ട് നോക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? ലാസ്റ്റ് ദിവസം മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന്റെ സമയത്ത് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ദിവസം മറ്റൊരു ക്വസ്റ്റ്യൻ, വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന്റെ കൂടെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് 42ാമത്തെ അമെൻമെന്റ് വഴി 1976 42nd അമെൻമെന്റ് വഴിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 51A 51A എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 4A, പാർട്ട് 4. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, ഹൂ വാസ് കോൾഡ് ദിവാൻ ഇ അർജ് ഇൻ അക്ബേഴ്സ് കോർട്ട്? ദിവാൻ ഇ അർജ് എന്നറിയപ്പെടുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ദിവാൻ ഇ അർജ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട, ഇത് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള, അക്ബേഴ്സ് കോർട്ട് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, ആ സമയത്തുള്ള ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട, മിലിറ്ററി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ്. മിലിറ്ററി ഡിഫൻസ്, മിലിറ്ററി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ് ദിവാൻ ഇ അർജ്, ദിവാൻ ഇ അർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇസ് ദ മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് എമംഗ് ദ ഫോളോയിങ്? ഓപ്ഷനിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്, ഇലക്ട്രോ പോസിറ്റിവിറ്റിയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ കൂട്ടത്തിൽ ഓപ്ഷനിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ ഏറ്റവും ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് നമ്മൾ പറയാറുണ്ട് സീഷ്യം മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് ആണ്. അതുപോലെ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഫ്ലൂറിൻ ആണെന്നും പറയാറുണ്ട്. ഫ്ലൂറിൻ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവും മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് സീഷ്യം എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഓപ്ഷനിൽ ഇത് രണ്ടും ഇല്ല, ഇതില്ല, സീഷ്യം ഇല്ല. പകരം അലൂമിനിയം, സോഡിയം, കാൽഷ്യം, കോപ്പർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇലക്ട്രോ പോസിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ ഇതിന്റെ റിയാക്ടിവിറ്റി നോക്കിയാൽ മതി. റിയാക്ടിവിറ്റി ഏറ്റവും കുറഞ്ഞതായിരിക്കും മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ്. റിയാക്ടിവിറ്റി സീരീസിൽ നമ്മൾ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യാറുണ്ട്. ആ ഒരു അറേഞ്ച്മെന്റ് അറിയേണ്ടതുണ്ട്. അങ്ങനെ അറിയാമെങ്കിൽ അതിൽ റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് പഠിക്കുന്ന എലമെന്റ് പൊട്ടാസ്യം, സോഡിയം, മാഗ്നീഷ്യം, ഇങ്ങനെ ഒരു ഓർഡറിലാണ് പഠിക്കാറുള്ളത്. ഓക്കെ, മാംഗനീസ് എന്ന് പറഞ്ഞ അലൂമിനിയം, പിന്നെ അങ്ങോട്ടാണ് അലൂമിനിയം എന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, കാൽഷ്യം, അലൂമിനിയം, ഇങ്ങനെ ഒരു ഓർഡറിലാണ് പഠിക്കാറുള്ളത്. അതിനകത്ത് പൊട്ടാസ്യം ഇവിടെ ഇല്ല. രണ്ടാമത്തെ എലമെന്റ് സോഡിയം ഇവിടെ ഉണ്ട്. അപ്പോൾ സോഡിയമാണ് നമുക്ക് ഈ കൂട്ടത്തിൽ നിന്ന് മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് പഠിക്കണം. റിയാക്ടിവിറ്റി സീരീസുമായിട്ട് ബന്ധപ്പെട്ട എലമെന്റ്സിന്റെ റിയാക്ടിവിറ്റി എന്ന രീതിയിൽ റിയാക്ടിവിറ്റി സീരീസ് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ ചോദ്യം ചോദിക്കാം. ഇവിടെ ചോദിച്ച ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, മീനാക്ഷി ശ്രീനിവാസൻ ഈസ് ആൻ എക്സ്പോണന്റ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാൻസ് ഫോമുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സണാലിറ്റി? ലാസ്റ്റ് ദിവസവും കൂടെ പറഞ്ഞതാണ് ഭരതനാട്യം. ഈ ഭരതനാട്യമായിട്ട് ബന്ധപ്പെട്ട പേഴ്സണാലിറ്റീസ് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അടുത്ത ഷിഫ്റ്റിലൊക്കെ പോകുന്നവർ ഭരതനാട്യം എന്ന് പറയുന്ന ഡാൻസ് ഫോംസുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടുമിക്ക പേഴ്സണാലിറ്റീസിന്റെ ലിസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക. ഭരതനാട്യം മാത്രമല്ല കഥക്, അതുപോലെ കുച്ചിപ്പുടി, കഥക്, ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ഭരതനാട്യം, കഥക്, ഇത് രണ്ടും എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ രണ്ട് ഡാൻസ് ഫോംസിന്റെ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസിനെ ഒന്ന് നോക്കിയിട്ട് പോവുക. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഫോറസ്റ്റ് ആർ സുന്ദരി ട്രീസ് ഫൗണ്ട്? സുന്ദരി ട്രീസ് നമുക്ക് അറിയുന്നതാണ്. മാൻഗ്രൂവ് ഫോറസ്റ്റിലാണ് സുന്ദരി ട്രീസ്, സുന്ദരി വനങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം മാൻഗ്രൂവ് ഫോറസ്റ്റിലാണ് സുന്ദരി ട്രീസിനെ കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ചിത്തിരായി ഫെസ്റ്റിവൽ, വീണ്ടും ഫെസ്റ്റിവൽ ആണ്. ചിത്തിരായി ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? തമിഴ്നാട്. ഫെസ്റ്റിവൽസ് ഇതെല്ലാം നമ്മൾ പറഞ്ഞ കീ ടോപ്പിക്കുകളിനകത്ത് തന്നെയുള്ള ടോപ്പിക്സ് ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഹാസ് ഗിവൺ അഡ്വഞ്ചർ സ്പോട്ട് സ്റ്റാറ്റസ് ടു ദഹി ഹന്തി? ദഹി ഹന്തി എന്ന് പറയുന്ന ഒരു ഒരു സ്പോട്ടിനെ നമുക്കറിയാം. ദഹി ഹന്തി എന്ന് പറയുന്ന ഈ വലിയ ഒരു കലത്തിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിനിമയിലൊക്കെ, നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കലത്തിനകത്ത് ദഹി അല്ലെങ്കിൽ വെള്ളം വെച്ചിട്ട് ഹൈറ്റിൽ കെട്ടി വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ തോളത്ത് ചവിട്ടി ഹൈറ്റിൽ കയറിയിട്ട് അടിച്ച് പൊട്ടിക്കുന്ന ഒരു ഫെസ്റ്റിവൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ദഹി ഹന്തി എന്ന് പറയുന്ന ഈ ഒരു ഫെസ്റ്റിവലിന്, ഈ ഒരു സ്പോട്ടിന് അഡ്വഞ്ചർ സ്പോട്ട് സ്റ്റാറ്റസ് കൊടുത്തത് ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ചോദ്യം. മഹാരാഷ്ട്ര. ഉത്തരം മഹാരാഷ്ട്ര. ഇതൊരു റീസെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഗ്രീക്ക്
ഹിസ്റ്റോറിയൻ മെഗസ്തനീസ് വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് വിച്ച് ഇന്ത്യൻ റൂളർ? ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. ഗ്രീക്ക് ഹിസ്റ്റോറിയൻ മെഗസ്തനിസ് ചന്ദ്രഗുപ്ത മൗര്യയുടെ സമയത്താണ് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തത്. എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ് മെഗസ്തനിസ് എന്ന് പറയുന്ന ഗ്രീക്ക് ഹിസ്റ്റോറിയൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ചന്ദ്രഗുപ്ത മൗര്യയുടെ എംപയറിന്റെ സമയത്താണ് അദ്ദേഹം വരുന്നത്. അടുത്ത ചോദ്യം ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചു. 2022 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഞാൻ ലാസ്റ്റ് ദിവസത്തെ ഒരു ഒബ്സർവേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2022-23 സമയത്തെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് അധികം ചോദിച്ചു കണ്ടില്ല. പക്ഷേ ഈ ഒരു ഷിഫ്റ്റിൽ ഇന്നത്തെ ദിവസം കുറച്ച് ക്വസ്റ്റ്യൻസ് 2022 റിലേറ്റഡ് ആയിട്ടൊക്കെ കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദിച്ചു കണ്ടു. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 107, 107 ഔട്ട് ഓഫ് 120 കൺട്രീസ് ഉണ്ടായിരുന്നതിൽ 107ാമത്തെ പൊസിഷൻ ആയിരുന്നു. അതുപോലെ ബാക്കിയുള്ള കൺട്രീസ് നോക്കാം. നമുക്ക് പാകിസ്ഥാൻ്റെത് 99 ആയിരുന്നു, ശ്രീലങ്കയുടേത് 64, ബംഗ്ലാദേശ് 84. ഇപ്പം നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസിൻ്റെ ഒക്കെ റാങ്കിങ് വളരെ കുറവാണ്. ഇന്ത്യയെ കമ്പയർ ചെയ്ത് കുറവാണ്. അതൊന്ന് ഓർത്തോളുക. 107 ഇന്ത്യയുടെ, പാകിസ്ഥാൻ 99, ശ്രീലങ്ക 64, ബംഗ്ലാദേശ് 84th ആണ്. അടുത്തത് വാട്ട് ഈസ് മിഷ്തി സ്കീം? മിഷ്തി സ്കീം നമ്മൾ കറണ്ട് റിലേറ്റഡ് ആയിട്ട് ഈ ഒരു സ്കീം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഫുൾ ഫോം ആണ് മാൻഗ്രൂവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകംസ്. മിഷ്തിയുടെ ഫുൾ ഫോം ആണ് മാൻഗ്രൂവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകംസ്. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചത്. ഈസ് to facilitate mangrove plantation on saline lands along the sea coast of India. ഇന്ത്യയുടെ സീ കോസ്റ്റിലൂടെ മാൻഗ്രൂവ് പ്ലാന്റേഷൻസ് കൂടുതലും വളർത്താനും അതിൻ്റെ ഗ്രോത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഒബ്ജക്റ്റീവോട് സ്റ്റാർട്ട് ചെയ്തൊരു സ്കീമാണ് മിഷ്തി സ്കീം. ഓക്കെ, അടുത്ത ചോദ്യം. ഗദം പദ്മ റെഡ്ഡി വാസ് awarded the പത്മശ്രീ in 2022 for her contribution to which dance form? ഡാൻസ് ഫോം റിലേറ്റഡ് പേഴ്സണാലിറ്റി ആണ് വീണ്ടും ചോദിച്ചത്. ഇവിടെ കുച്ചിപ്പുടിയാണ് ചോദിച്ചത്. കുച്ചിപ്പുടി ഡാൻസ് ഫോമിന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ പേരാണ് ഗദം പത്മജ റെഡ്ഡി. അടുത്ത ചോദ്യം. വെൻ വാസ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, സായി എന്ന് നമ്മൾ പറയാം അല്ലേ, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത് 1884ലാണ്, 1984ലാണ്. നമുക്കറിയാം ഡൽഹി ബേസ്ഡ് ആണ്, ഡൽഹിയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ 1984. അടുത്ത ചോദ്യം. ഹു വാസ് ദ ഫസ്റ്റ് സയന്റിസ്റ്റ് ടു ഡിസ്കവർ ദ ലിവിംഗ് സെല്ല്, ജീവനുള്ള സെല്ലുകൾ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് ആന്റോൺ വോൺ ലൂവൻഹൂക്ക്. ഇത് രണ്ടും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, ആ സെല്ല് കണ്ടുപിടിച്ചത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട പേരാണ് റോബർട്ട് ഹൂക്ക് ആണ് സെല്ല് കണ്ടുപിടിച്ചത്. ഇദ്ദേഹം കണ്ടുപിടിച്ചത് ലിവിങ് സെല്ലല്ല, നോൺ ലിവിങ് സെല്ലായിരുന്നു, ഡെഡ് സെല്ലായിരുന്നു, നോൺ ലിവിങ് സെല്ലായിരുന്നു. അത് പ്ലാന്റ്സിലൊക്കെയുള്ള കോർക്ക് സെൽ എന്ന് പറയും, കോർക്ക് സെല്ലാണ് കണ്ടുപിടിച്ചത്. പ്ലാന്റ്സിലൊക്കെ തന്നെ ഉള്ള സെല്ലാണ്, പക്ഷേ ലിവിങ് സെല്ലല്ലായിരുന്നു. സെല്ലിൻ്റെയൊക്കെ സ്ട്രക്ചർ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെയൊക്കെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്തുള്ള സെല്ലാണ്, കോർക്ക് സെല്ലാണ് കണ്ടുപിടിച്ചത്. അത് റോബർട്ട് ഹൂക്കാണ്. ഇനി ലിവിങ് സെല്ല് കണ്ടുപിടിച്ചത് ലൂവൻഹോക്ക് ആണ്. അദ്ദേഹമാണ് ബാക്ടീരിയ സെല്ല് കണ്ടുപിടിച്ചത്. ബാക്ടീരിയ സെല്ലാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പോൾ ഫസ്റ്റ് ലിവിങ് സെൽ എന്ന് ചോദിച്ചാൽ ലൂവൻഹോക്കും, ഫസ്റ്റ് സെൽ എന്ന് വെറുതെ ചോദിച്ചാൽ റോബർട്ട് ഹൂക്കുമാണ് പേര്. അടുത്ത ചോദ്യം. ഹൗ മെനി ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ആർ ദെയർ? ഇത് എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്ന ക്ലാസിഫിക്കേഷൻ, ഇൻഡസ്ട്രീസിന്റെ ക്ലാസിഫിക്കേഷനിൽ പഠിക്കുന്നതാണ്. ഹൗ മെനി ടൈപ്സ്? ദെർ ആർ 3 ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. അത് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഴ്ഷറി. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസും കൂടെ നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. എക്സാമ്പിൾസ് പഠിക്കണം. പ്രൈമറി എന്ന് പറയുന്നത് ഡയറക്ട്ലി നേച്ചറുമായിട്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചർ അങ്ങനെ വരുന്ന നേച്ചറുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. സെക്കൻഡറി എന്ന് പറയുന്നത് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതും, ടേഴ്ഷറി എന്ന് പറയുന്നത് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുമാണ്. അതിൻ്റെയൊക്കെ എക്സാമ്പിൾസും കൂടെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചോളൂ. അടുത്ത ചോദ്യം. രാജ റെഡ്ഡി ആൻഡ് രാധ റെഡ്ഡി ആർ അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാൻസ് ഫോംസ് റിലേറ്റഡ്? വീണ്ടും ക്വസ്റ്റ്യൻ. അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് ഞാൻ ലാസ്റ്റിൽ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ രാജ റെഡ്ഡി ഇവർ കുച്ചിപ്പുടി ഡാൻസ് ഫോമുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സണാലിറ്റിയാണ്. അടുത്തത് അല്ലാ റാക്ക ഈസ് എ ഫേമസ് ഫോർ പ്ലേയിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്? അത് ഒരുപാട് വട്ടം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഒത്തിരി വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തബല ഡാൻസ് ഫോം, തബല മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലാറാക്ക്. ഇത് ഒരുപാട് വട്ടം സ്റ്റാറ്റിക് ജി കെയിൽ റിപ്പീറ്റ് ചെയ്ത് വന്ന നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ മെറ്റീരിയൽസിനകത്ത് തന്നെ, സ്റ്റാറ്റിക് ജി കെ മെറ്റീരിയൽസിനകത്ത് തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും കാണാവുന്നതാണ്. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വീണ്ടും. അടുത്ത ചോദ്യം. ദിവാലി ഈസ് സെലിബ്രേറ്റഡ് ഇൻ വിച്ച് മന്ത് അക്കോർഡിംഗ് ടു ഹിന്ദു കലണ്ടർ? ദിവാലി സെലിബ്രേഷൻ ഹിന്ദു കലണ്ടർ പ്രകാരം കാർത്തിക മന്തിലാണ് ദിവാലി സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ടു ഹൂം ഈസ് സ്മൈൽ യോജന എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്മൈൽ യോജന. അപ്പോൾ അതിന്റെ ഉത്തരം ശ്രദ്ധിച്ചുള്ള. സ്മൈൽ യോജന കേട്ടിട്ടില്ലാത്തവർ, യൂണിയൻ മിനിസ്റ്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ഡോക്ടർ വീരേന്ദ്ര കുമാർ
ഹാസ് ലോഞ്ച്ഡ്. ആരാണ് ഇതിനകത്ത് ചോദ്യം ക്ലിയർ അല്ല. സ്മൈൽ യോജന എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. യൂണിയൻ മിനിസ്റ്റർ വീരേന്ദ്രകുമാർ ആണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത്. അതിൻ്റെ പേര് സ്മൈൽ, SMILE, സ്മൈൽ യോജന എന്നാണ് അതിൻ്റെ പേര്. ചോദ്യം അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റ് ആണ് ആക്ച്വലി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്മൈൽ യോജന ലോഞ്ച് ചെയ്തത് ആരാണെന്നാണ്. ഡോക്ടർ വീരേന്ദ്രകുമാർ ആണ് യൂണിയൻ മിനിസ്റ്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് ഈ ഒരു സ്കീം സെൻട്രൽ ലെവലിൽ ലോഞ്ച് ചെയ്തത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Who led the revolt of 1857 from ബീഹാർ? റിവോൾട്ട് ഓഫ് 1857 ആണ് ബീഹാറിൽ നിന്ന് ലീഡ് ചെയ്തത് കൻവർ സിംഗ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ് ടു മെഷർ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്? ലൈറ്റിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഫോട്ടോമീറ്റർ. അടുത്ത ചോദ്യം, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക് ഏതാണെന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്കിന്റെ പേരാണ് വൂളാർ ലേക്ക്. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഓവേഴ്സ് എ ബൗളർ ക്യാൻ ബോൾ ഇൻ ആൻ ODI മാച്ച്? വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരു ബോളറിന് എറിയാൻ പറ്റുന്ന മാക്സിമം ഓവറിന്റെ എണ്ണം എത്രയാണ്? 10 ഓവറാണ്. 10 ഓവേഴ്സ് ആണ് മാക്സിമം എറിയാൻ പറ്റിയത്. അടുത്ത ചോദ്യം, വിച്ച് റൂളർ ഗേവ് അപ്പ് ഫൈറ്റിംഗ് ആഫ്റ്റർ കലിംഗ വാർ? നമുക്കറിയാം, ഹിസ്റ്ററി പഠിക്കുന്നവർക്കാണെങ്കിൽ കലിംഗ വാർ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അശോകനുമായിട്ട് ബന്ധപ്പെട്ടതാണ് കലിംഗ വാർ. ഓക്കെ, കലിംഗ വാർ എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞ ഈ സ്മൈൽ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടത്? അതിന്റെ ഫുൾ ഫോം ഒന്ന് ശ്രദ്ധിച്ചോളുക. സപ്പോർട്ട് ഫോർ, സ്മൈലിന്റെ ഫുൾ ഫോർട്ടാണ് സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എൻ്റർപ്രൈസ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ഒന്ന് ശ്രദ്ധിച്ചോളാം. സ്മൈൽ സ്കീമിൻ്റെ ഫുൾ ഫോം, അത് ലോഞ്ച് ചെയ്ത മിനിസ്റ്ററുടെ പേരാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ഫുൾ ഫോം നിങ്ങൾ ശ്രദ്ധിച്ചോളാം. എന്താണ് ഫുൾ ഫോം? സപ്പോർട്ട് ഫോർ മാർജിനലൈസ് ഇൻഡിവിജ്വൽസ് ഫോർ ലിവ്ലിഹുഡ് ആൻഡ് എൻ്റർപ്രൈസ്. ഇതാണ് ഈ ഒരു സ്കീമിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് കേട്ടോ. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു സ്കീമാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി. ജസ്റ്റ് അതായിരുന്നു ക്വസ്റ്റ്യൻ, പക്ഷേ നമ്മൾ ആൻസർ ഇവിടെ വെച്ചിരിക്കുന്നത് അത് ലോഞ്ച് ചെയ്ത ആരാണെന്നാണ്. ടു വിച്ച് ഹൂം ഈസ് സ്മൈൽ യോജന റിലേറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഡസ് പ്രോട്ടീൻ സിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ദ സെൽ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. റൈബോസോമിലാണ് അല്ലേ. പ്രോട്ടീൻ സിന്തസിസ് ആണ് റൈബോസോമിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഹൂ ലെഡ് ബർദോളി സത്യാഗ്രഹ ലഡ് ചെയ്തത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണെന്നൊക്കെ ചോദിക്കാം. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് വല്ലഭായ് പട്ടേലാണ്. അപ്പം ബർദോളി സത്യാഗ്രഹ ലീഡ് ചെയ്തത് വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യം, മുഹമ്മദ് ബിൻ തുഗ്ലക് ഇൻട്രൊഡ്യൂസ്ഡ് എ കറൻസി, വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? അദ്ദേഹം ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ടോക്കൺ കറൻസിയുടെ പേര് ടങ്ക എന്നായിരുന്നു പേര്. അപ്പൊ ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. അതിന്റെ പേരാണ് ടങ്ക. അടുത്ത ചോദ്യം, ടു വിച്ച് റിലീജിയൻ ഡസ് ഹെമിസ് മത് ബിലോങ് ടു? ഹെമിസ് മത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ടിബറ്റൻ ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട റിലീജിയൻ ആണ്. ഈ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹെമിസ് മത് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഹൗ മെനി പോയിന്റ്സ് ആർ ദെയർ ഇൻ 4 സെറ്റ്സ് ഓഫ് വോളിബോൾ? 4 സെറ്റ്, വോളിബോളിന് 4 സെറ്റുകൾ ഉണ്ട് അല്ലെ. ഒരു സെറ്റ്, 2 സെറ്റ്, അങ്ങനെ 4 സെറ്റുകളാണ് ഗെയിം കളിക്കാറുള്ളത്. അപ്പോൾ ഒരു സെറ്റുകളിലുള്ള പോയിന്റിന്റെ എണ്ണമാണ് 25 പോയിന്റ്, 25 പോയിന്റ്സ് ആണ് 4 സെറ്റ്സ് ഓഫ് വോളിബോൾ. ഈ ഗെയിംസും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ഈ ദിവസം ചോദിച്ചതായിട്ട് കണ്ടു. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് കണ്ടു. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മീൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ്? ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടത് കൊമേഴ്ഷ്യൽ ബാങ്ക്. അത് നമ്മുടെ എക്കണോമി പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉത്തരവാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിരുന്നു ആൻസർ. അടുത്ത ചോദ്യം, RRR സോങ് നാട്ടു നാട്ടു ഈസ് കമ്പോസ്ഡ് ബൈ ഹൂം? നമുക്കറിയാം, ഓസ്കാർ അവാർഡ് കിട്ടിയ ഈ ഒരു സോങ്ങിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ കമ്പോസ് ചെയ്ത ആളുടെ പേരാണ് MM കിർവാണിയാണ് RRR സോങ്ങിൽ നാട്ടു സോങ് കമ്പോസ് ചെയ്ത്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ആർട്ടിക്കിൾ ദ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഷുഡ് ട്രൈ ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ?
ഇത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 51A, ഇവിടെ പാർട്ട് ചോദിച്ചായിരുന്നെങ്കിൽ പാർട്ട് 4A ആയിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട അമെൻമെന്റ് നേരത്തെ നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 42ാമത്തെ അമെൻമെന്റ്. അടുത്ത ചോദ്യം, ഹു അപ്പോയിന്റ്സ് ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവർണറാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഹു ഫൗണ്ടഡ് ദ അലിഗർ മൂവ്മെന്റ്? ഒത്തിരി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. സയ്യദ് അഹമ്മദ് ഖാൻ, ഹിസ്റ്ററി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് സിലിക്ക ഇൻ സിമെന്റ്? സിലിക്ക അല്ലെങ്കിൽ സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയും, സിലിക്ക. അതിന്റെ പെർസെന്റേജ് ആണ് ചോദിച്ചത്, 20 to 50%. സിലിക്കൺ ഡയോക്സൈഡിനെയാണ് നമ്മൾ സിലിക്ക എന്ന് പറയുന്നത്, അലൂമിനിയം ഡയോക്സൈഡിനെയാണ് അലൂമിന എന്ന് പറയുന്നത്. അതിന്റെ പെർസെന്റേജ് 5 to 12%, സിലിക്ക 20 to 50%. അത് വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് സിമെന്റിന്റെ കോൺസ്റ്റന്റ് മാറും. അടുത്ത ചോദ്യം, എക്കണോമിക് റിഫോം ഇൻ ഇന്ത്യ ടുക്ക് പ്ലേസ് ഇൻ വിച്ച് 5-year പ്ലാൻ? എക്കണോമിക് റിഫോംസ്, ന്യൂ ഏജ് റിഫോംസ് എന്ന് പറഞ്ഞ ന്യൂ എക്കണോമിക് പോളിസിയൊക്കെ ലോഞ്ച് ചെയ്ത് ഈ ഒരു 5-year പ്ലാന്റെ സമയത്താണ്. 8ാമത്തെ 5-year പ്ലാൻ ആണ് ഇത്. 1992-97 കാലഘട്ടത്തിലാണ്, 92-97 ഇയറിലാണ് ഈ ഒരു 5-year പ്ലാൻ മൻമോഹൻ സിംഗ് മായിട്ട് ബന്ധപ്പെട്ട്, അദ്ദേഹം യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടാറുണ്ട്. റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് ഈ ഒരു 5-year പ്ലാൻ, 8th 5-year പ്ലാൻ 1992 ആണ്. അടുത്ത ചോദ്യം, വിച്ച് നാഗാലാൻഡ് ഫെസ്റ്റിവൽ വാസ് സ്റ്റാർട്ടഡ് ഇൻ 2000? ഇത് ഒരുപാട് വട്ടം ചോദിക്കാറുണ്ട്, എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അപ്പോൾ നാഗാലാൻഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2000 സ്റ്റാർട്ട് ചെയ്ത ഫെസ്റ്റിവലിന്റെ പേരാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ, നാഗാലാൻഡുമായിട്ട് ബന്ധപ്പെട്ട്. അടുത്ത ചോദ്യം, ടു വിച്ച് ആർട്ടിക്കിൾ ഡസ് ദ എൻഡിങ് ഓഫ് ടൈറ്റിൽ ബിലോങ്സ് ടു? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് ചോദ്യമാണ്. ടൈറ്റിൽ, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് അബോളിഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17. അതുപോലെ ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി പ്രൊഹിബിഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 18 ടൈറ്റിൽസ് പ്രൊഹിബിഷനുമായിട്ട് ബന്ധപ്പെട്ട, ടൈറ്റിലുകൾ എൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. അടുത്തത്, ഗർഭ ഈസ് പെർഫോംഡ് ഇൻ വിച്ച് ഫെസ്റ്റിവൽ? ഗർഭ ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്നത് ഏത് ഫെസ്റ്റിവൽ സമയത്താണ്? നവരാത്രി ഫെസ്റ്റിവൽ സമയത്താണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗർഭ, ടിപ്പണി എന്നൊക്കെ പറയുന്ന ഡാൻസ് ഫോംസ് ഗുജറാത്തിന്റെ ഡാൻസ് ഫോംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഏത് ഫെസ്റ്റിവൽ സമയത്താണ് പെർഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചത്, ഉത്തരം നവരാത്രി ഫെസ്റ്റിവൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യസ് ഫസ്റ്റ് ഗോൾഡ് ഇൻ ഒളിമ്പിക്സ്? ഇന്ത്യയുടെ ആദ്യത്തെ ഗോൾഡ് കിട്ടുന്നത് ആംസ്റ്റർഡാം 1928 അടുത്ത ചോദ്യം, വേർ ഈസ് ബ്ലാക്ക് സോയിൽ ഫൗണ്ട്? ഇന്ത്യയിൽ ബ്ലാക്ക് സോയിൽ ഫൗണ്ട് ചെയ്യുന്നത് മെയിനായിട്ടും ഡെക്കാൻ പ്ലാറ്റ്യൂ സ്ഥലങ്ങളിലാണ്. അടുത്ത ചോദ്യം, ഹു ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ഒളിമ്പിക് മെഡൽ? ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന വിമന്റെ പേരാണ് കർണം മല്ലേശ്വരി. നമുക്കറിയുന്നതാണ് 2000 കർണം മല്ലേശ്വരിക്കാണ് ഒളിമ്പിക് മെഡൽ കിട്ടുന്നത്. അടുത്ത ചോദ്യം, ഹു ഗോട്ട് ദ ഛത്തീസ്ഗഡ് ബീർണി അവാർഡ് 2021? 2021 അവാർഡാണ് ചോദിച്ചത്. ഛത്തീസ്ഗഡ് ബീർണി അവാർഡ് കിട്ടിയത് ദുതി ചന്ദിനാണ്. ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിലെ സിൽവർ മെഡലിസ്റ്റ് ആണ് ദുതി ചന്ദിനാണ്. ഛത്തീസ്ഗഡ് ബീർണി അവാർഡ് 2021 കിട്ടിയത്. ഇതെല്ലാം കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ വെർണക്കുലർ പ്രസ് ആക്ട് കെയിം? വെർണക്കുലർ പ്രസ് ആക്ട് 1878, 1878. ലോർഡ് ലിട്ടൺ ആണ് ഈ ഒരു ആക്ട് നിലവിൽ കൊണ്ടുവരുന്ന വൈസ്രോയ്. ഓക്കെ, ലോർഡ് ലിട്ടൺ. ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ലോർഡ് ലിട്ടൺ ആണ്. അടുത്ത ചോദ്യം, സീൽദ വർദ്ധമാൻ എന്നൊക്കെ പറയുന്നത് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് റെയിൽവേ സോൺ? ഏത് റെയിൽവേ സോണിലാണ് സീൽദ വർദ്ധമാൻ ഒക്കെ ലൊക്കേറ്റ് ചെയ്തതെന്നാണ് ചോദ്യം. ഈസ്റ്റേൺ റെയിൽവേ സോണിന്റെ കീഴിലാണ് വരുന്നത്. സീൽദ വർദ്ധമാൻ എന്ന് പറയുന്ന പ്ലേസ് ഒക്കെ ഈസ്റ്റേൺ റെയിൽവേ സോണിന്റെ കീഴിലാണ് വരുന്നത്. അടുത്ത ചോദ്യം, ഹൗ മെനി ഇൻഡസ്ട്രീസ് വെയർ ഇൻക്ലൂഡഡ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് 1956? 1956 ഇൻഡസ്ട്രിയൽ പോളിസി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ 17 ഇൻഡസ്ട്രീസ് ആണ് അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നത്. അടുത്ത ചോദ്യം, ഫേൺസ്, ഹോസ്റ്റൈൽസ്, ലൈക്കോഫൈറ്റ്സ് ആർ റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഇത് ബയോളജി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇതിനകത്ത് പ്ലാൻ കിങ്ഡവും ആനിമൽ കിങ്ഡവും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്ന് ഒരു ക്ലൂ നമുക്ക് ലാസ്റ്റ് ദിവസം നടന്ന എക്സാംസിനകത്ത് കണ്ടപ്പോൾ മനസ്സിലായിരുന്നു. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അത് ടെറിഡോഫൈറ്റ്സിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫേൺസ്, ഹോസ്റ്റൈൽസ്, ലൈക്കോഫൈറ്റ്സ്. അപ്പം അത് ചിലപ്പം പലരും ഒമിറ്റ് ചെയ്ത് വിട്ട് കളയുന്ന ടോപ്പിക്സാണ്, ആനിമൽ കിങ്ഡവും പ്ലാൻ കിങ്ഡവും ക്ലാസിഫിക്കേഷൻസും ഒക്കെ. അപ്പോൾ അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഈ ഒരു ദിവസങ്ങളിൽ കാണുന്നുണ്ട്. അടുത്ത ചോദ്യം, ഫേമസ് മ്യൂസീഷ്യൻ അന്നപൂർണ ദേവി ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്? വീണ്ടും ചോദ്യം, അത് സുർബഹാറുമായിട്ട് ബന്ധപ്പെട്ട മ്യൂസീഷ്യനാണ് അന്നപൂർണ ദേവി. അടുത്ത ചോദ്യം, ഹു ഈസ് ദ ഫസ്റ്റ് വുമൺ ഫൈറ്റർ ജെറ്റ് പൈലറ്റ് ഓഫ് ഇന്ത്യ?
നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഒത്തിരി വട്ടം ഇതിനു മുമ്പുള്ള എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. ആവണി ചതുർവേദി, ഫസ്റ്റ് വുമൺ ഫൈറ്റർ ഓഫ് ജെറ്റ് പൈലറ്റ് ഓഫ് ഇന്ത്യ, അത് ആവണി ചതുർവേദിയാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ജൂലൈ 18 നടന്ന എക്സാംസിൻ്റെ ഷിഫ്റ്റുകളിൽ ചോദിച്ചത്. അപ്പോൾ ഈ ദിവസം നോക്കിയിട്ടും അധികം പാറ്റേൺ ഡിഫറൻസ് ഒന്നും ഇല്ല. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഡാൻസ് ഫോംസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ആർട്ടിക്കിൾസ്, അമെൻമെൻറ്റ്സ്, അതുപോലെ പാർട്സ്, പിന്നെ സ്പോർട്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, സ്പോർട്സ് റിലേറ്റഡ് വെന്യൂസ്, ഇതെല്ലാം വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകാൻ തന്നെ ശ്രമിക്കുക. ഇത് മാത്രമല്ല, ഞാൻ വേറെ കുറച്ച് ടോപ്പിക്സ് കൂടെ പറഞ്ഞു. സയൻസ് പാർട്ടിൽ നിന്നൊക്കെ ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്സും പറഞ്ഞായിരുന്നു. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരുന്നു. ഈ എല്ലാ ഷിഫ്റ്റുകളിലും നോക്കിയാൽ ഇത് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ അടുത്ത ഷിഫ്റ്റ് എക്സാമിന് പോകുന്നവർ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. ഓക്കെ, അടുത്ത ദിവസം ജൂലൈ 18 കഴിഞ്ഞ് ജൂലൈ 19 ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.